ഭൂമിയിലെ ഏറ്റവും വലിയ മണൽ മരുഭൂമി. നഗരങ്ങളില്ല, റോഡുകളില്ല, ചക്രവാളത്തിലേക്ക് നീണ്ടുകിടക്കുന്ന അനന്തമായ മണൽക്കുന്നുകൾ മാത്രം. സൗദി അറേബ്യ, ഒമാൻ, UAE, യമൻ എന്നിവയുടെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തുടർച്ചയായ മണൽ മരുഭൂമിയാണ് എംറ്റി ക്വാർട്ടർ അഥവാ റബ് അൽ ഖാലി. ഏകദേശം 6,50,000 ചതുരശ്ര കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന ഇത് 250 മീറ്ററിലധികം ഉയരത്തിൽ ഉയരാൻ കഴിയുന്ന വിശാലമായ സ്വർണ്ണ മണൽക്കുന്നുകളുടെ കടലാണ്. കാറ്റ് മണൽക്കുന്നുകളെ പുനർനിർമ്മിക്കുമ്പോൾ ഭൂപ്രകൃതി നിരന്തരം മാറുന്നു. നാടകീയവും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു മരുഭൂമി ദൃശ്യം സൃഷ്ടിക്കുന്നു. കഠിനമായ പരിസ്ഥിതിയുണ്ടായിരുന്നിട്ടും നൂറ്റാണ്ടുകളായി പര്യവേക്ഷകരെയും ശാസ്ത്രജ്ഞരെയും സാഹസികരെയും ആകർഷിച്ച ഒരു നിഗൂഢ സൗന്ദര്യം മരുഭൂമിയിലുണ്ട്. കഠിനമായ കാലാവസ്ഥയ്ക്കും ഒറ്റപ്പെടലിനും ഈ പ്രദേശം പേരുകേട്ടതാണ്. വേനൽക്കാലത്ത് പകൽ സമയത്തെ താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരും. അതേസമയം രാത്രികൾ അതിശയകരമാംവിധം തണുപ്പുള്ളതായിരിക്കും. ഈ കഠിനമായ സാഹചര്യങ്ങൾ കാരണം എംറ്റി ക്വാർട്ടർ ഭൂമിയിലെ ഏറ്റവും കുറഞ്ഞ ജനവാസമുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ്. എന്നിരുന്നാലും അറേബ്യൻ ഒറിക്സ്, സാൻഡ് ഗസലുകൾ, ഡെസേർട്ട് ഫോക്സുകൾ തുടങ്ങിയ അതുല്യമായ മരുഭൂമി വന്യജീവികളെ ഇതിപ്പോഴും പിന്തുണയ്ക്കുന്നു. മണലിനടിയിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ചില എണ്ണശേഖരങ്ങളും ഈ പ്രദേശത്തുണ്ട്. ഇതൊരു പ്രകൃതി അത്ഭുതവും സാമ്പത്തികമായി പ്രാധാന്യമുള്ള പ്രദേശവുമാക്കുന്നു. അതിൻ്റെ സ്വാഭാവികമായ അതിരുകൾക്കപ്പുറം അറേബ്യൻ പൈതൃകത്തിൽ എംറ്റി ക്വാർട്ടറിന് ആഴത്തിലുള്ള സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യമുണ്ട്. നൂറ്റാണ്ടുകളായി ബെഡൂയിൻ ഗോത്രങ്ങൾ പുരാതന നാവിഗേഷൻ കഴിവുകളെയും മരുഭൂമിയിലെ കിണറുകളെക്കുറിച്ചുള്ള അറിവിനെയും ആശ്രയിച്ച് അതിൻ്റെ അരികുകളിലൂടെ സഞ്ചരിച്ചു. ഇന്ന് വിശാലമായ മണൽക്കുന്നുകൾ, ഡ്യൂൺ ബാഷിംഗ്, മരുഭൂമിയിലെ ക്യാമ്പിംഗ്, നക്ഷത്ര നിരീക്ഷണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കായി സാഹസികത തേടുന്നവരെ ആകർഷിക്കുന്നു. പ്രകാശമലിനീകരണം തീരെയില്ലാത്തതിനാൽ റബ് അൽ ഖാലിക്ക് മുകളിലുള്ള രാത്രി ആകാശം അവിശ്വസനീയമാംവിധം വ്യക്തമാണ്. ക്ഷീരപഥത്തിൻ്റെ അതിശയകരമായ കാഴ്ചകൾ നൽകുന്നു. എംറ്റി ക്വാർട്ടറിൽ എങ്ങനെ എത്തിച്ചേരാം? ഏറ്റവും സാധാരണമായ കവാടം റിയാദ് അല്ലെങ്കിൽ നജിരാൻ നഗരമാണ്. അവിടെ നിന്ന് യാത്രക്കാർ സാധാരണയായി പരിചയസമ്പന്നനായ ഒരു ഡെസേർട്ട് ഗൈഡിനൊപ്പം പ്രത്യേക വാഹനത്തിൽ സഞ്ചരിക്കുന്നു. കാരണം ഭൂപ്രകൃതി വളരെ വെല്ലുവിളി നിറഞ്ഞതും മരുഭൂമിയിലേക്ക് റോഡുകളില്ലാത്തതുമാണ്. ജനപ്രിയ പ്രദേശന പോയിന്റുകളിൽ അൽ ബത്തയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളോ ഉറുക് ബാനി മാരിദിന് ചുറ്റുമുള്ള പ്രദേശമോ ഉൾപ്പെടുന്നു. അവിടെ ഗൈഡഡ് ഡെസേർട്ട് ക്യാമ്പിംഗ് ടൂറുകളും പലപ്പോഴും സംഘടിപ്പിക്കാറുണ്ട്. ഇവിടം ഗൈഡിൻ്റെ സഹായമില്ലാതെ പോകുന്നത് അപകടകരമാണ്.